BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്ന ഈ പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ്, നമ്മുടെ ഡെയിലി ലൈഫിൽ സോഷ്യോളജി എങ്ങനെയാണ് കടന്നു വരുന്നത്, സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റ്സ് ആയ ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, കമ്മ്യൂണിറ്റി, സ്ട്രേഞ്ചർ, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് തിങ്കേഴ്സിലൂടെയാണ്. അവരാണ് CW മിൽസ്, സിഗ്മണ്ട് ബോമാൻ. CW മിൽസിന്റെ സോഷ്യോളജിക്കൽ മെത്തേഡ് എന്താണ്, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ്, അതേപോലെ തന്നെ സിഗ്മണ്ട് ബോമാന്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ്, സോഷ്യോളജിക്കൽ മെത്തേഡ് എന്താണ്. ഈ രണ്ടു പേരെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സിഗ്മണ്ട് ബോമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാല്യൂസ് ആൻഡ് ആക്ഷൻ, ദി ഫിലോസഫിക്കൽ ഐ പോലെയുള്ള കാര്യങ്ങളും, ഇതേസമയം CW മിൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ബ്യൂറോക്രാറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് എത്തോസിനെ കുറിച്ച്, പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹിസ്റ്ററിയെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്: നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആസ് ദേ ആർ യൂസ്ഡ് ടു ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ അബൌട്ട് സൊസൈറ്റി. സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിന്, സൊസൈറ്റിയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിനെ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യുന്നതിനും നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജിക്കൽ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റീസ് ഓഫ് എവരിഡേ ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ, റിയാലിറ്റീസിനെ എങ്ങനെ നമുക്ക് സോഷ്യോളജിക്കലി മനസ്സിലാക്കാം. ദെൻ അണ്ടർസ്റ്റാൻഡ് മേജർ കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യോളജി. കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, കമ്മ്യൂണിറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഇതൊക്കെ തന്നെ. ലാസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ്. നമ്മൾ ശരിക്കും ഇനി വരുന്ന യൂണിറ്റുകളിൽ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ എന്ത്, സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിൽ എന്താണ് റിലേഷൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ചെറിയൊരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സൊസൈറ്റിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, സൊസൈറ്റിയിലെ റിയാലിറ്റീസ്, യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ആൾക്കും അവരവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 10 ആളോട് ഒരു സംഭവത്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരും 10 തരത്തിൽ സംസാരിക്കും. അതേപോലെ തന്നെ ഒരു സോഷ്യോളജിസ്റ്റിന്റെ അടുത്ത് ഒരു സോഷ്യൽ ഇഷ്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ഒപ്പീനിയൻ പറയും, വേറൊരു സോഷ്യോളജിസ്റ്റ് വേറൊരു ഒപ്പീനിയൻ പറയും. സോ ഓരോരുത്തരുടെയും സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഈസ് കംപ്ലീറ്റ്ലി റൈറ്റ് ഓർ കംപ്ലീറ്റ്ലി റോങ്. ഒരെണ്ണത്തിനെയും നമുക്ക് മുഴുവനായിട്ടും ശരിയാണെന്നും മുഴുവനായിട്ടും തെറ്റാണെന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളിലും അവർ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഒരു ഇഷ്യൂവിനെ നോക്കി കണ്ടിട്ടുണ്ടായിരിക്കുക. സോ ഒരു സോഷ്യോളജിസ്റ്റ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ സിഗ്മണ്ട് ബോമാന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ എല്ലാ സോഷ്യൽ റിലേഷൻഷിപ്സിന്റെയും ഒരു ബേസ് പവർ ആണെന്നാണ്. പവർ, അധികാരത്തിൽ ഊന്നിയാണ് സമൂഹത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നിൽക്കുന്നതെന്ന്. ഇതേ സമയം CW മിൽസ് പറയുന്നത് എന്താണ്, പവറിന്റെ കേസൊന്നല്ല. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ വ്യൂ പോയിന്റ്സ്, നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ വാല്യൂസ്, ഇതിനെല്ലാം ഷെയ്പ്പ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് ആണ്, നമ്മുടെ ഹിസ്റ്ററി ആണ് എന്നാണ്. സോ ഇത് രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിഗ്മണ്ട് ബോമാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പ്രസന്റിലെ കാര്യങ്ങൾ, ഇപ്പോൾ പവർ എന്ന് പറയുന്ന പ്രസന്റ് ഇഷ്യൂ വെച്ച് അല്ലെങ്കിൽ പ്രസന്റ് ഫെനോമിന വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നാണ്. ഇതേ സമയം CW മിൽസ് പറയുന്നത് എന്താണ്, ഹിസ്റ്ററി, പാസ്റ്റ് വെച്ചുകൊണ്ട് മനസ്സിലാക്കാമെന്നാണ്. സിഗ്മണ്ട് ബോമാൻ പ്രസന്റിൽ ഉള്ള ഒരു എംപിരിക്കൽ റിയാലിറ്റി, ഒരു സയന്റിഫിക്കൽ റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ CW മിൽസ് പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിനെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. ഇത് രണ്ടും നമുക്ക് ശരിയാണെന്നും പറയാം, തെറ്റാണെന്നും പറയാം. കാര്യം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ഇനി CW മിൽസിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. 1959 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഈ ബുക്കിലൂടെ അദ്ദേഹം ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മുടെ മുമ്പിലോട്ട് വെച്ചു. കോൺസെപ്റ്റിന്റെ പേര് അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം. ഈ കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഈ കോൺസെപ്റ്റിനെ അദ്ദേഹം നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം ഒരു സോഷ്യോളജിക്കൽ മെത്തേഡാണ്. അവിടെ നമ്മൾ ചില പ്രത്യേകമായിട്ടുള്ള ടൂൾസും ടെക്നിക്സും മെത്തേഡ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ഫെനോമിന, പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം വഴി നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു.
ആ ഡാറ്റയെ നമ്മൾ പല ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്തുകൊണ്ട് ചാർട്ടോ ഗ്രാഫോ ടേബിളോ ഒക്കെ ആക്കി മാറ്റുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, ആ റീസൺസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ സ്റ്റുഡൻറ് മൈഗ്രേഷൻ പെരുകി വരുന്നുണ്ട്, കൂടി വരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്? അതിനെക്കുറിച്ചൊരു സോഷ്യോളജിക്കൽ സ്റ്റഡി. നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ സ്റ്റുഡൻസിൻ്റെ മൈഗ്രേഷൻ്റെ ലിസ്റ്റ് എടുക്കുന്നു, മൊത്തം സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് എടുക്കുന്നു, അവർ എത്ര പേര് പുറത്ത് പോയിട്ടുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അതിനെ നമ്മൾ കൃത്യമാക്കി ചാർട്ടും ടേബിളും ഗ്രാഫും ഒക്കെ ആക്കി കാണിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇവർ എന്തുകൊണ്ടാണ് പോയത് എന്നുള്ള എക്സാക്ട് റീസൺസ് നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത്? CW മിൽസ് പറയുന്നത്. സോ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം എന്ന് പറയുന്നത് മെത്തേഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വാട്ട് അല്ലെങ്കിൽ ഹൗ എന്ന ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്താണ് പ്രശ്നം, എങ്ങനെയാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത്, അതിനപ്പുറത്തേക്ക് അതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി അതിൻ്റെ കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ആര് ശ്രമിക്കുന്നില്ല? ഈ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം മെത്തേഡ് ശ്രമിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. CW മിൽസ് പറഞ്ഞ വേറൊരു കാര്യം, ഒരു സോഷ്യോളജിസ്റ്റ് എപ്പോഴും ഇൻഫോർമേഷൻ മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും. ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുതിയ ഐഡിയാസ് വേണം. അതിനെന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും എൻക്വയറി നടത്താനും കഴിയണം. സോഷ്യോളജിക്കൽ തിയറീസ് വെച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സോ ഈ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലതല്ല, ഒരു സോഷ്യോളജിസ്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇനി CW മിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹവും ഒരുപാട് വിമർശനങ്ങൾ, ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് പലപ്പോഴും USA ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ USA ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. അദ്ദേഹം ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അമേരിക്കയിലെ ജനങ്ങൾ എന്നാണ്. അദ്ദേഹം സമൂഹത്തിലെ ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അമേരിക്കൻ സമൂഹത്തിലെ ഇഷ്യൂ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ മാത്രം ഫോക്കസ് ചെയ്യുകയും സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ വിട്ടുകളയുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. സോ CW മിൽസിനും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിൽസ് പിന്നെയും പറയുന്നു, ഇവിടെ മെത്തേഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വാട്ട് അല്ലെങ്കിൽ ഹൗ എന്ന ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വൈ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിന്റെ കാരണം എന്താണ്, ഹിസ്റ്ററി ആയിട്ടുള്ള കണക്ഷൻ എന്താണ്, ആ ഒരു ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് CW മിൽസ് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. പിന്നെ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസ്റ്റ് സയന്റിഫിക് മെത്തേഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എന്താണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യോളജിസ്റ്റിന്റെ പ്രൈമറി കൺസേൺ എപ്പോഴും ഇഷ്യൂസിനെ കുറിച്ചായിരിക്കണം. ആ ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മെത്തേഡ് യൂസ് ചെയ്യണം. പക്ഷേ ഈ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം കൊണ്ടുവരുമ്പോൾ എന്താണ്? മെത്തേഡാണ് മെയിൻ. ഇഷ്യൂ ഒന്നും വലിയ കാര്യമില്ല, മെത്തേഡ് നന്നായിട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈഗ്രേഷന്റെ കാരണങ്ങൾ കണ്ടെത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം, ആ ഡാറ്റയെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം, നമ്മൾ ഒരു മിസ്റ്റേക്കും വരുത്താണ്ട് ടേബിളും ചാർട്ടും ഗ്രാഫും ഒക്കെ വരച്ചുണ്ടാക്കണം. അതാണ് വലുത് എന്ന രീതിയിൽ സോഷ്യോളജിസ്റ്റിന്റെ ശ്രദ്ധ മാറിപ്പോകുന്നു. അതൊരു പ്രശ്നമാണ് എന്ന് CW മിൽസ് അഭിപ്രായപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയനാണ്, അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഇനി ഇതിന്റെ വേറൊരു വശം നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് പോൾ എഫ് ലാസർഫെൽഡിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസത്തിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇതൊരു സോഷ്യോളജിക്കൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ മെത്തേഡിനെ നമുക്ക് മറ്റ് പല സോഷ്യൽ സയൻസസിലോട്ടും കൊണ്ടുപോകാമെന്നാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വാട്ട് വൈ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ മൈഗ്രേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ കണക്കുകൾ എടുത്തിട്ട് മാത്രം കാര്യമുണ്ടോ? പഴയ കണക്കുകൾ വേണം, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം, ഇപ്പോഴത്തെ കണക്കുകൾ കൂടുതൽ അറിയണം. സോ അബ്സ്ട്രാക്റ്റഡ് എംപിറിസിസം വാട്ട് വൈ എന്ന ക്വസ്റ്റ്യൻസിന് കൂടുതൽ ആൻസർ തരുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തിയറികളെയും കാര്യങ്ങളെയും ഇപ്പം കിട്ടുന്ന ഡാറ്റയായിട്ട് കണക്ട് ചെയ്യണം. അല്ലാണ്ട് പഴയ ഡാറ്റയായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹിസ്റ്റോറിക്കലായി പോകും. പുതിയ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് വേറൊരു വശം പറയുന്നത്. ഇനി നമ്മളൊരു സാധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്യൂവിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററി തപ്പി പോകുന്നതിലും നല്ലത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ഇഷ്യൂസ് നോക്കുന്നതാണ്. ഇപ്പം നമ്മൾ മൈഗ്രേഷനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ 10 വർഷത്തെയോ 15 വർഷത്തെയോ കണക്കുകൾ എടുക്കാൻ നിൽക്കണ്ട. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്, കഴിഞ്ഞൊരു 3-4 വർഷം, ഇങ്ങനെയാണ് കണക്കുകൾ. മൈഗ്രേഷനോട് ചേർത്ത് നിർത്തി നമുക്ക് വായിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നം, ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഔട്ട്ലുക്ക് എന്താണ്, ഇങ്ങനെ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ചേർത്തി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും. ഒരുപാട് ഹിസ്റ്റോറിക്കലി പോകണമെന്നില്ല. വാട്ടും ഹൗ അറിഞ്ഞാൽ തന്നെ നമുക്ക് വൈന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല എന്നാണ് വേറൊരു വശം പറയുന്നത്. ഇനി എമേൽ ഡർഖീം എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ്, തിങ്കർ, അദ്ദേഹത്തിന്റെ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സോഷ്യൽ ഫാക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ മറ്റ് സോഷ്യൽ ഫാക്ട്സിനെയും കൂടി ചേർത്ത് വെക്കണം.
എന്നിട്ട് ഒരു മെത്തേഡിനും അപ്പുറത്തേക്ക് കാര്യങ്ങളെ വായിക്കാൻ ശ്രമിക്കണം എന്നാണ്. അത് തന്നെയാണ് അബ്സ്ട്രാക്ട് എംപിരിസിസം ചെയ്യുന്നത് എന്നാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അഭിപ്രായപ്പെട്ടത്. സോഷ്യോളജി എംപിരിക്കലായിട്ട് തന്നെ നിൽക്കും, സയന്റിഫിക് ആയിട്ട് തന്നെ നിൽക്കും. അതേസമയം എന്താണ്, ഒരുപാട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാണ്ടേ സ്പെസിഫിക് ആയിട്ട് ഇതാണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇതാണ് അബ്സ്ട്രാക്ട് എംപിരിസിസത്തിന്റെ ഒരു വലിയ ഗുണം എന്ന് ചില ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. അബ്സ്ട്രാക്ട് എംപിരിസിസം എന്ത് ചെയ്യുന്നു, ഒരുപാട് സ്പെസിഫിക് ആവുന്നില്ല. ഇത് സ്പെസിഫിക് ആവുന്നത് ഓവർ ആയാലും പ്രശ്നമാണ്. ഒരുപാട് സ്പെസിഫിക് ആവുകയും ചെയ്യുന്നില്ല, എന്നാൽ സോഷ്യോളജിക്ക് ഒരു സയന്റിഫിക് സ്വഭാവം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് രണ്ട് പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചാണ്. അബ്സ്ട്രാക്ട് എംപിരിസിസത്തെ കുറിച്ച് CW മിൽസ് പറഞ്ഞത് എന്താണ്, അത് നല്ലതല്ല. ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാമെന്നല്ലാണ്ട് ഹിസ്റ്റോറിക്കലി ഉള്ള റീസൺസ് കിട്ടില്ല, വൈ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. ഇതേസമയം വേറൊരു വർഷം എന്താ പറയുന്നത്, വൈ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, വാട്ടും ഹൗ അറിയേണ്ടത് അത്യാവശ്യമാണ്. പ്രസന്റിലെ ഇഷ്യൂ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇഷ്യൂസിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും എന്നാണ്. സോ ഇതാണ്, നമുക്ക് ഒരേ കാര്യത്തിൽ തന്നെ പല പേഴ്സ്പെക്റ്റീവ്സ് വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇനി സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് CW മിൽസിന്റെ ഒരു എസ്സേയെ കുറിച്ചാണ്. എസ്സേയുടെ ടൈറ്റില് ദി പ്രോമിസ് എന്നതാണ്. ഈ എസ്സേ ഫോക്കസ് ചെയ്യുന്നത് ആളുകളുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചുമാണ്. ഇവിടെ സിമ്പിളായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഓരോ മനുഷ്യനും വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾ പറയും എനിക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് കൂലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് സാധനം ഉണ്ടാക്കി, ഞാൻ വിചാരിച്ച അളവിൽ എനിക്ക് അതിൻ്റെ പൈസ കിട്ടുന്നില്ല, ഞാൻ പോലും അറിയാണ്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് വന്ന് പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും നാട്ടിൽ ഏതോ ഒരു ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങ് ദൂരെ കിടക്കുന്ന എനിക്കാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഈ ഇഷ്യൂസിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ് എന്നാണ് ഈ ഒരു എസ്സേയിലൂടെ ഇദ്ദേഹം പറയുന്നത്. ഇതിൽ പറഞ്ഞ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ വലിയ അളവിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യാം, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ ജോലി ചെയ്യുന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലെ കാര്യങ്ങൾ, ഇത്രയേ നമുക്ക് അറിയുള്ളൂ. അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് പലപ്പോഴും അറിയാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പോളിസിയോ സ്കീമോ വന്നു കഴിഞ്ഞാൽ ഇങ്ങൊരു ഉൾപ്രദേശത്ത് റൂറൽ ഏരിയയിൽ കിടക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ചിലപ്പോൾ പോസിറ്റീവ് ആവും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റ് പല രാജ്യങ്ങളിലേക്കും കൂടി അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇപ്പം എലക്ഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് മാറി മറിഞ്ഞു പോകാറുണ്ട്. ഏത് പാർട്ടിയാണ് ജയിക്കാൻ പോകുന്നത്, ഏത് പാർട്ടിയാണ് തോക്കാൻ പോകുന്നതെന്നനുസരിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസിന്റെ വാല്യൂവിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. സോ ഒരു ആവറേജ് ഷെയർ ഇൻവെസ്റ്റർ വിചാരിക്കുക, ഈ ഒരു ഇലക്ഷൻ കാരണം എൻ്റെ ഷെയറിന് അല്ലെങ്കിൽ എൻ്റെ സ്റ്റോക്കിന് ഷെയറിന് എന്തുകൊണ്ടാണ് ഇത്ര പൈസ കൂടുകയും കുറയുകയും ചെയ്യുന്നതെന്നൊക്കെയാണ്. സോ ഇവിടെ CW മിൽസ് പറയുന്നത് എന്താണ്, ഒരു മനുഷ്യൻ്റെ ഡെയിലി ലൈഫിലെ പല കാര്യങ്ങളും അയാളുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ എക്സ്റ്റേണൽ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും അയാൾ പോലും അറിയാതെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വേൾഡ് വാറിനെ കുറിച്ചാണ്. ഇപ്പോൾ വേൾഡ് വാർ നടന്ന സമയത്ത് നമുക്ക് തൽക്കാലം വേൾഡ് വാർ 2 എടുക്കാം. ഇന്ത്യ ആ സമയത്ത് ബ്രിട്ടന്റെ ഒരു കോളനി ആയതുകൊണ്ട് വേൾഡ് വാർ 2 പങ്കെടുക്കാന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പട്ടാളക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ഗുഡ്സ് ഒരു യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബംഗാൾ ക്ഷാമമൊക്കെ ഉണ്ടായത് ആ സമയത്താണ്. 1943-44 സമയത്തായിട്ട് ഇവിടെ വലിയ ക്ഷാമം ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള സാധനങ്ങളുടെ വില പലപ്പോഴും കൂടിപ്പോയിട്ടുണ്ട്. കൃഷിക്കാർക്ക് അവർ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് അത്രയും തിരിച്ച് പൈസ കിട്ടാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരാൾ പറയുകയാണ് സാധനങ്ങൾക്ക് വലിയ വിലയാണ്, എനിക്കറിയില്ല എന്താണ് പ്രശ്നം വേൾഡ് വാർ ആണ്. അത് അയാളുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണോ? അല്ല. അയാൾക്ക് അതുമായിട്ട് ഡയറക്ട്ലി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ വേൾഡ് വാർ ഈ ആളുകളെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി. ഇനി മിൽസ് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഹിസ്റ്ററി, ചരിത്രം പലപ്പോഴും നമ്മുടെ എല്ലാം വിധിയെ തിരുത്തി കുറിക്കാൻ കെൽപ്പുള്ളതാണ്. നമ്മുടെ ഹ്യൂമൻ ഏജൻസി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട്, നമ്മൾ ജനിച്ച നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുമുള്ള ചില കാര്യങ്ങൾ, ഇതിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉണ്ടാവുള്ളൂ. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത, നമ്മുടെ പരിധിക്ക് നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയി അവരോട് ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവർ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ആ രീതിയിലാണ് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അവിടെ ഉള്ളവർ ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് വെൽക്കം ചെയ്യുന്നു, നമുക്ക് നല്ല സർവീസസ് തരുന്നു എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ വേറെ ചില ഉപദ്രവങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കാം. സോ അങ്ങനെ പല സാധ്യതകളുണ്ട്. സോ ഇവിടെ പറയുന്നത് എന്താണ്, സോഷ്യൽ സയൻസസ് എന്ന് പറയുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ ഒരു ഹിസ്റ്ററി, ചരിത്രവും ഒരു ഇൻഡിവിജ്വലും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കലാണ്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കൺട്രോളിന് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കലാണെന്നാണ്. ഇങ്ങനെയെല്ലാമാണ് CW മിൽസ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസ് ആണ്. ഇനി ദി ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ജനറേഷൻസ്, ഹൗ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇവൻ ഷേപ്പ് ഹ്യൂമൻ ലൈഫ് എക്സ്ട്രാ ക്യാൻ ബി അനലൈസ്ഡ്. ഇപ്പം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മുടെ 2, 3, 4 തലമുറകളുടെ സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കാം. അപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ സ്വത്തുണ്ട്, അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാവണമെന്നില്ല. നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശനോ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കിയായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് കടങ്ങളുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയതാവണമെന്നില്ല, നമ്മുടെ പ്രീവിയസ് ജനറേഷൻസിൽ നമുക്ക് കിട്ടിയതായിരിക്കാം. നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഇത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതായിരിക്കാം. സോ എന്താണ്, നമ്മുടെ പാസ്റ്റ് ജനറേഷൻസിൽ നിന്ന് പലതും നമുക്ക് ഇങ്ങോട്ട് കിട്ടാറുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിനെയും ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡിനെയും നമ്മുടെ മൊത്തം ജീവിതത്തെയും തന്നെ മാറ്റിമറിക്കാം. ഇതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്താവുന്നതാണ് എന്നാണ് ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് CW മിൽസ് പറഞ്ഞിട്ടുള്ളത്. ഒരു സോഷ്യോളജിസ്റ്റ് എപ്പോഴും കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് ലാർജർ കോണ്ടെക്സ്റ്റിലാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം വെച്ചിരുന്നാൽ പോരാ. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, അത് പഴയൊരു കാര്യം കൊണ്ടാണ്, ആ കാര്യം എന്തുണ്ടായി, അതിന് മുമ്പ് വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. സോ ഹിസ്റ്റോറിക്കലി കാര്യങ്ങളെ കണക്ട് ചെയ്യാനും ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കി കാണാനും സോഷ്യോളജിസ്റ്റിന് കഴിയണം എന്ന് CW മിൽസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. Works of sociologists should provide explanations for social issues, reasons, present situation, transformations. ഒരു സോഷ്യോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റിന്റെ വർക്കുകൾക്ക് സമൂഹത്തിലെ ഇഷ്യൂസിന്റെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ആളുകളോട് പറയാൻ പറ്റണം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഈ പ്രശ്നത്തിന്റെ കാരണം ഇതാണ്, ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു, ഇനി ഭാവിയിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സോഷ്യോളജിസ്റ്റിന് സാധിക്കണം എന്നാണ് മിൽസ് അഭിപ്രായപ്പെട്ടത്. As humans, we all are part of a group. Tension between individual and collective is an ongoing sociological concept. സോഷ്യോളജിയിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ വേഴ്സസ് കളക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഓരോ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആവാം, നമ്മുടെ നൈബർഹുഡ് ആവാം, നമ്മുടെ കാസ്റ്റ് ആവാം, നമ്മുടെ ക്ലാസ് ആവാം, നമ്മുടെ ഒരു വില്ലേജ് ആവാം, എന്തോ ആവാം. സോ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗം എന്ന രീതിയിൽ നമുക്ക് നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും പലപ്പോഴും ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഫാമിലിക്ക് വേണ്ടിയാവാം, നെയ്ബർഹുഡിന് വേണ്ടിയാവാം, കാസ്റ്റിന് വേണ്ടിയാവാം, എന്തിനു വേണ്ടിയോ ആവാം. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച സോഷ്യോളജി ഉണ്ടായ കാലം തൊട്ടേ തുടങ്ങിയതാണ്, അത് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ഇനി നമ്മൾ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കൺസെപ്റ്റാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് എന്ന വാക്കിൽ തന്നെയുണ്ട്, അതൊരു കൂട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 2 or more people interacting regularly. 2ൽ കൂടുതൽ ആളുകളുടെ ഒരു കൂട്ടം, അതിനെയാണ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അവർ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഇടപഴകുന്നുണ്ടായിരിക്കും, സംസാരിക്കുന്നുണ്ടായിരിക്കും, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഡിവിജ്വൽസ് കാൺട്ട് ലിവ് ഡിവോയ്ഡ് ഓഫ് ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽസിന് ഗ്രൂപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ നമുക്ക് ഫാമിലി വേണം, ഫ്രണ്ട്സ് വേണം, നൈബർഹുഡ് വേണം, ഒക്കെ വേണം. നമ്മൾ എത്ര ഇൻട്രോവേർട്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ കഴിയില്ല. നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട്, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാം പറ്റുള്ളൂ, സാധിക്കുള്ളൂ. അത് ചിലപ്പോൾ ഡയറക്റ്റ് ആവണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം. നമ്മൾ അറിഞ്ഞോളൊന്നും പോലും ഇല്ല നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്നുള്ളത്, അത്രേ ഉള്ളൂ. ഇറ്റ് ആക്ട്സ് ആസ് ആൻ എനേബിളർ ആൻഡ് ആസ് എ കോൺസ്ട്രെയിനർ. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഈ ഗ്രൂപ്പ് നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗ്രൂപ്പ് നമ്മളെ സഹായിക്കും. അത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്വത്താവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ മുമ്പ് ചെയ്തു വെച്ച നല്ല കാര്യങ്ങളുടെ ഗുണം നമുക്കിപ്പോൾ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. ഇനിയിപ്പോൾ കൺസ്ട്രെയിനർ, നമ്മളെ ചിലപ്പോൾ ഈ ഗ്രൂപ്പ്സ് തടഞ്ഞു വെക്കും. നീ ഈ ജോലിക്ക് പോകണ്ട, നീ ഇത് പഠിക്കണ്ട, നീ ഈ നാട്ടിൽ പോയി സെറ്റിൽ ആവണ്ട, നീ ഇവിടെ നിന്നാൽ മതി. അങ്ങനെ നമ്മളെ പലപ്പോഴും തടഞ്ഞു വെക്കാനും ഈ ഗ്രൂപ്പ്സിനെ കൊണ്ട് സാധിക്കും. നമ്മളെ എനേബിൾ ചെയ്യാനും പറ്റും, കൺസ്ട്രെയിൻ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പാണ് നമുക്കൊരു ഐഡൻറ്റിറ്റി തരുന്നത്. നമ്മുടെ ഫാമിലി നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ്, നമ്മൾ ജീവിക്കുന്ന നെയ്ബർഹുഡ്, നമ്മുടെ ഒരു ഏരിയ നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ വില്ലേജ് നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, സോ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഗ്രൂപ്പുകളിലൂടെ സോഷ്യലൈസേഷനും നടക്കുന്നുണ്ട്, നമ്മൾ ഇടപഴകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഇത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫോർമൽ ആവാം, ചിലപ്പോൾ ഇൻഫോർമൽ ആവാം, ചിലപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് ആവാം, സെക്കൻഡറി ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഇൻ ഗ്രൂപ്പ് ആവാം, ഔട്ട് ഗ്രൂപ്പ് ആവാം.
പ്രൈമറി എന്ന് പറയുന്നത് ചെറുതാണ്, ക്ലോസ് സർക്കിളിൽ വരുന്നതാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഫോമൽ ലെവലിലുള്ളതാണ്. ജോലി സ്ഥലത്തോ സ്കൂളിലോ ഒക്കെ ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും സെക്കൻഡറി എന്ന് പറയുന്നത്. ഇൻ ഗ്രൂപ്പും ഇതേപോലെ നമ്മുടെ ക്ലോസ് സർക്കിളിൽ വരുന്നതാണ്. ഔട്ട് ഗ്രൂപ്പ് കുറച്ച് ഔട്ടർ സർക്കിളിൽ വരുന്നതാണ്. ഇനി ദീസ് ഗ്രൂപ്പ്സ് ക്യാൻ കോസ് ഇൻഈക്വാലിറ്റി ആൻഡ് ആന്റഗോണിസം ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഈ ഗ്രൂപ്പ് എന്നുള്ള സ്പിരിറ്റ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ആന്റഗോണിസം, പരസ്പരം ശത്രുതയോടെ നോക്കി കാണാനും സാധ്യതയുണ്ട്. ഇത് എൻ്റെ ഗ്രൂപ്പ്, ഇത് നിന്റെ ഗ്രൂപ്പ്, നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മിൽ ചേരില്ല, സോ നമ്മൾ എപ്പോഴും ശത്രുക്കളായിട്ട് ഇരിക്കും എന്ന രീതിയിൽ മാറിപ്പോവാം. അതല്ലെങ്കിൽ എന്താണ്, ഞാൻ വലിയ ഗ്രൂപ്പാണ്, നീ ചെറിയ ഗ്രൂപ്പാണ്, ഞാൻ ഹൈ കാസ്റ്റ് ആണ്, നീ ലോ കാസ്റ്റ് ആണ്, എൻ്റെ ക്ലാസ് വലുതാണ്, എൻ്റെ ക്ലാസ് താഴെയാണ്. അങ്ങനെ ഇൻഈക്വാലിറ്റീസിനും സാധ്യതയുണ്ട് ഈ ഗ്രൂപ്പിനോടുള്ള റിലേഷൻ സ്ട്രോങ് ആയിട്ട് വരും തോറും. അടുത്ത കോൺസെപ്റ്റാണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മറ്റ് പല പേപ്പറുകളിലും പല യൂണിറ്റ്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ ഒന്നും കൂടെ പറയാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇന്റർണലൈസിങ് ദി വാല്യൂസ്, നോംസ് ആൻഡ് ബിഹേവിയർ ഓഫ് സൊസൈറ്റി. നമ്മൾ സമൂഹത്തിലെ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഉള്ളിലോട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ് ഈ സമൂഹത്തിൽ, നമുക്ക് ഈ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, ആളുകളോട് എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള സൊസൈറ്റിയുടെ കാര്യങ്ങളെ നോക്കി കണ്ട് മനസ്സിലാക്കുന്ന ഒരു പരിപാടിയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യലൈസേഷൻ പലപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കും. നമ്മുടെ അച്ഛനമ്മമാരാണ് നമുക്ക് പ്രൈമറി സോഷ്യലൈസേഷൻ എന്താണെന്ന് നടത്തി തരുന്നത്. പിന്നെ അത് ഫ്രണ്ട്സിലോട്ട് പോവും, ഡിസ്റ്റന്റ് ഫാമിലി മെമ്പേഴ്സിനോട്ട് പോവും, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡ്, നമ്മുടെ സ്കൂൾ, ഓഫീസ്, ഇതെല്ലാം നമ്മുടെ സോഷ്യലൈസേഷന് സഹായിക്കുന്ന സ്ഥലങ്ങളാണ്. ഇറ്റ് മേക്സ് ഇൻഡിവിജ്വൽ കാപ്പബിൾ ടു ലിവ് ഇൻ സൊസൈറ്റി. സോഷ്യലൈസ്ഡ് ഇല്ലാത്ത ഒരാൾക്ക്, സമൂഹത്തിൽ ഇറങ്ങി ഇടപഴകാത്ത ഒരാൾക്ക് ഒരിക്കലും സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ കഴിയില്ല. ദി പ്രൈമറി സോഷ്യലൈസേഷൻ എനേബിൾസ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, ഇൻഡിവിജ്വൽ സെൽഫ്, ഇന്റൻഷൻസ്, എക്സ്പെക്ടേഷൻസ് ടു ചൂസ് ഫ്രം സിഗ്നിഫിക്കന്റ് അതേഴ്സ്. ഈ പ്രൈമറി സോഷ്യലൈസേഷനിലൂടെയാണ് നമ്മൾ ആരാണെന്നൊരു ധാരണ നമുക്ക് തന്നെ ഉണ്ടാവുന്നത്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരി, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവുന്നത് ഈ സോഷ്യലൈസേഷൻ, പ്രൈമറി സോഷ്യലൈസേഷൻ വഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പാടില്ല, ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻ സെക്കൻഡറി സോഷ്യലൈസേഷൻ, പ്രൈമറിയാണ് നേരത്തെ പറഞ്ഞത്. ഇൻ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഇൻഡിവിജ്വൽസ് അക്വയർ ന്യൂ സ്കിൽസ്. നമ്മൾ പുതിയ സ്കിൽ സെറ്റ് പലതും പഠിക്കുന്നത്, നമ്മൾ കൂടുതൽ ക്വാളിഫൈഡ് ആവുന്നത് സെക്കൻഡറി സോഷ്യലൈസേഷനിലൂടെയാണ്. നമുക്ക് പല മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും ഈ സെക്കൻഡറി സോഷ്യലൈസേഷനിലൂടെ സംഭവിക്കുന്നതാണ്. ദി കോർ ഓഫ് പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ബേസ് സാധനം, ഒരു കോർ മോഡൽ ഉണ്ടാവുന്നത് എപ്പോഴാണ്? പ്രൈമറി സോഷ്യലൈസേഷനിലാണ്. അപ്പം കാലം കഴിയുന്തോറും നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ രീതികളിലൊക്കെ മാറ്റം വന്നേക്കാം. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പണ്ട് എങ്ങനെ ഡെവലപ്പായോ അത് ജീവിതാവസാനം വരെയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മാറ്റങ്ങൾ വരില്ല എന്നല്ല, പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇനി ഇൻ ഗ്രൂപ്പ് എന്താണ്, ഔട്ട് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ യൂണിറ്റിൽ ആക്ച്വലി ഇൻ ഗ്രൂപ്പിന്റെ ഡെഫിനിഷനെ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഔട്ട് ഗ്രൂപ്പിനെ എടുക്കാം. സോ എന്താണ് ഇൻ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിറ്റി, വളരെ അടുത്ത് നിൽക്കുന്നതാണ്, ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കും, നമുക്കൊരു ബോണ്ട് ഉണ്ടായിരിക്കും, നമുക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കും, ഒരു കോൺഫിഡൻസ് തോന്നും, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ചില കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മളൊരു വില്ലേജിനുള്ളിൽ നമ്മുടെ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മുടെ ഇൻ ഗ്രൂപ്പാണ്. ഇവിടെ നമുക്കൊരു വി ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ എന്നൊരു തോന്നൽ. സോ നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്, ആ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം നമ്മുടെ സ്വന്തമാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇറ്റ് മേ നോട്ട് ബി പ്ലസന്റ് ഓൾ ദി ടൈം. ഇത് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് ഇരുന്നോളം നിർബന്ധമൊന്നുമില്ല. ഇൻ ഗ്രൂപ്പ്സിൻ്റെ അകത്ത് ഒരുപാട് വഴക്കുകളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്, നമുക്ക് അതിൻ്റെ കൂടെ എപ്പോഴും നിൽക്കണമെന്നൊരു തോന്നലുണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഫാമിലി, ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല. ഒരിക്കലും തോന്നില്ല മീൻസ് തോന്നാൻ ഇടയില്ല എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും മാറി നിൽക്കുകയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ എന്നാൽ പോലും തിയററ്റിക്കലി ഒരു ഇൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോകില്ല. നമ്മൾ എപ്പോഴും അതിൻ്റെ ഭാഗമായി തന്നെ തുടരുന്നു. ഇനി ഇത് പലപ്പോഴും എണ്ണത്തിൽ കുറവായിരിക്കും. ഒരുപാട് പേരൊന്നും നമ്മുടെ ഇൻ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. ഈ ഇൻ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ കൂടുതലും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ജനറലൈസ്ഡ് റെസിപ്രോസിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അതിന് കണക്ക് വെക്കണം എന്നില്ല. ഇപ്പം നമ്മുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ ഞാൻ നിനക്ക് ഇത് ചെയ്തു തന്നു, സോ നീ എനിക്കിത് ഇങ്ങോട്ട് ചെയ്തതായോ, അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളോ ഒന്നും വെച്ചോളണമെന്നില്ല. വെക്കുന്നവരുണ്ടാവാം, വെച്ചോളണമെന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ഡെഫിനേഷനിൽ പറയുന്നത് ഇൻ ഗ്രൂപ്പിൻ്റെ. ഇനി ഈ ഇൻ ഗ്രൂപ്പ് ഫീലിങ്സും ഒരുപാട് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളോട് ഒരു ദേഷ്യം, സ്പർദ്ധ, ഇടിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഇൻ ഗ്രൂപ്പ്സിന് ആളുകളെ ഗ്രൂപ്പിനകത്ത് ഒരുമിച്ച് നിർത്താനും ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളായിട്ട് ഒരു വലിയ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഇനി ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
ഇത് നമ്മുടേതാണെന്ന തോന്നലുണ്ടാവില്ല. നമുക്ക് എതിരെ നിൽക്കുന്നവരെ, നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും ഒരു ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ വേറെ നാട്ടിൽ ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് വേറെ ഫാമിലിയിലുള്ളവരായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് വേറെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കാം. ഇതെല്ലാം നമുക്ക് ഔട്ട് ഗ്രൂപ്പാണ്. നമുക്ക് അവരെ ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും, നമ്മളവരെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുമായിട്ട് നമുക്കൊരു ബന്ധമോ ബോണ്ടോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവരോട് സംസാരിക്കാറുണ്ടാവില്ല, ഇൻട്രാക്ട് ചെയ്യാറുണ്ടാവില്ല, അവർ നമ്മുടേതാണെന്ന് തോന്നലുണ്ടാവില്ല. അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി സോഷ്യോളജിക്കൽ കൺസെപ്റ്റിൽ നിന്ന് പറയാൻ പോകുന്നത് സ്ട്രേഞ്ചർ ആരാണെന്നാണ്. ഈ സ്ട്രേഞ്ചർ എന്ന കൺസെപ്റ്റ് സോഷ്യോളജിയിൽ ആദ്യമായിട്ട് വന്നത് ജോർജ് സിമ്മലിന്റെ ദി സ്ട്രേഞ്ചർ എന്നൊരു എസ്സയിലൂടെയാണ്. ഈ എസ്സയിലൂടെ സിമ്മൽ പറഞ്ഞത് ഇറ്റ് ഈസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി ഓഫ് എ പേഴ്സൺ ഹു ഈസ് പാർട്ട് ഓഫ് അവർ ഗ്രൂപ്പ്. സ്ട്രേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാൾ തന്നെയായിരിക്കും, ബട്ട് നോട്ട് സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ടു ഇറ്റ്. പക്ഷേ നമ്മളോട് ഒരു വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇയാൾ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ അത് ആരാണെന്ന് നമുക്ക് അറിയില്ല, അയാളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രേഞ്ചർ എന്ന് വിളിക്കുക. അത് ഒന്നുകിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു കാറ്റഗറിയും ആയിരിക്കാം. ഇനി കമ്മ്യൂണിറ്റി, അതാണ് അടുത്ത കോൺസെപ്റ്റ്. കമ്മ്യൂണിറ്റി എന്നുള്ളതും സോഷ്യോളജിയിൽ പലപ്പോഴും പറയാറുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർസ് കോമൺ ഇൻട്രസ്റ്റ്, ടെറിട്ടറി ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. പൊതുവായിട്ടുള്ള താല്പര്യങ്ങളുള്ള, ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്ന, പരസ്പരം ഒരു ബിലോങ്ങിങ്നെസ്സും ടുഗദർനെസ്സും, നമ്മൾ എൻ്റേത് എന്നൊക്കെ ഒരു ഫീൽ തോന്നിക്കുന്ന ഗ്രൂപ്പുകളെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ യൂണിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ വഴക്കുകളും ഉണ്ടായിരിക്കും, പക്ഷേ അത് കൂടുതൽ ഒരു യൂണിറ്റിയുടെ സിമ്പിളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ സെക്യൂർ പ്ലേസ്. നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സുരക്ഷിതത്വം തരുന്നുണ്ട്, നമുക്കൊരു ഐഡന്റിറ്റി തരുന്നുണ്ട്. ആൻഡ് ലോസ് ഓഫ് കമ്മ്യൂണിറ്റി ലീഡ്സ് റൂട്ട്ലെസ്നെസ്. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു, നമ്മളെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പം പണ്ട് കാലത്തൊക്കെ വളരെ എപ്പോഴും പറയാനുള്ള ശിക്ഷയാണ് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ജാതിയിൽ നിന്ന് പുറത്താക്കുക, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നാട് കടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേരിറക്കുന്ന പോലെയാണ്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു തരം റൂട്ട്ലെസ്നെസ് ആണ്, വേരില്ലാതെ ആവുന്ന പോലെ, വേരറ്റ് പോകുന്ന പോലെയാണ്. നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആന്റി സോഷ്യലായി സമൂഹത്തിനെതിരായിട്ട് പെരുമാറിയെന്നും വരാം. സോ കമ്മ്യൂണിറ്റി വിട്ടുപോകുന്ന ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് CW മിൽസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റഡിയെ കുറിച്ചാണ്. അത് ടൈപ്സ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് ദി ബ്യൂറോക്രാറ്റിക് എത്തോസ് എന്നാണ് പറയുന്നത്. ഇവിടെ മിൽസ് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ റിസർച്ചിന്, അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റിന് വരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമാണ്. റിസർച്ച് എന്ന് പറയുന്നത് പലപ്പോഴും പ്രാക്ടിക്കലായി മാറുന്നു, അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ, ഭരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സോഷ്യൽ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് അതിന് ഒബ്ജക്റ്റിവിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് സയൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1+1 എല്ലായിടത്തും 2 തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ ഫോർമുല എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എല്ലാ നാട്ടിലും സെയിം ആണ്. നമ്മൾ ഫിസിക്സിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും അത് എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. ലോസും റൂൾസും എല്ലാം ഏത് നാട്ടിലും ഏത് കാലഘട്ടത്തിലും മാറാൻ പോകുന്നില്ല. സോ സയൻസിന് ആ ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്. പക്ഷെ സോഷ്യൽ സയൻസ് അങ്ങനെയല്ല. ഒരേ പ്രശ്നത്തെക്കുറിച്ച് ഓരോ ആൾക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. സോ ഒരാളുടെ ശരി വേറൊരാളുടെ ശരിയാവണമെന്നില്ല. സോ സോഷ്യൽ സയൻസ് പലപ്പോഴും ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറയാറുണ്ട്, അത് സബ്ജക്റ്റിവിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ബയസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. റിസർച്ച് ചെയ്യുന്ന ആൾ ആരാണോ അയാളുടെ താല്പര്യങ്ങളും കൂടി ഈ സ്റ്റഡിയിലോട്ട് കൊണ്ടുവരും. ഇപ്പോൾ റിസർച്ചർ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിലീജനെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്റ്റഡിയിൽ റിലീജന് എതിരായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയാൾ അത് കാണിച്ചോളണമെന്നില്ല. അതേപോലെ ഒരു റിസർച്ചർ റിലീജന് ഭയങ്കര എതിരായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷെ അയാളുടെ സ്റ്റഡീസിൽ റിലീജന്റെ ചില നല്ല വശങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഒഴിവാക്കിയെന്ന് വരാം. സോ ഇത്തരത്തിലുള്ള റിസർച്ചേഴ്സ് ബയസ് വരാനുള്ള സാധ്യതയുണ്ട്. എവിടെ? സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ അകത്ത്. ഒരു റിസർച്ചറിന്റെ വാല്യൂസ്, മൂല്യങ്ങൾ, അയാളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതെല്ലാം അയാളുടെ വർക്കുകളെ നന്നായിട്ട് സ്വാധീനിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരേ പ്രശ്നത്തിന് പല അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ഒരു സോഷ്യൽ ഇഷ്യൂവിനെ നേരാവണ്ണം പഠിച്ചില്ലെങ്കിൽ, നേരാവണ്ണം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അത് വെറുതെ പോകും. അത് നമ്മൾ വെറുതെ ആ ഇഷ്യൂവിനെ ചുമ്മാ നോക്കി പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല, അത് അനാവശ്യമായി പോകും. എവരിവൺ വിൽ ബി ക്യാരിങ് ആൻ അൺകോൺഷ്യസ് ബയസ്. ഈ പറഞ്ഞ മുൻവിധികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ്, മൈഗ്രേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് മൈഗ്രേഷന്റെ ചില നല്ല വശങ്ങൾ നമ്മൾ കൂടുതൽ കാണിക്കും. ഇനി നമ്മൾ മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിലോ നമ്മൾ പോലും അറിയാണ്ട് അതിന്റെ മോശം വശങ്ങൾ നമ്മൾ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് അൺകോൺഷ്യസ് ആയിട്ടും സംഭവിച്ചേക്കാം. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സൊല്യൂഷൻസ്, ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനപ്പുറത്തേക്ക് ഇന്റലക്ച്വൽ പവർ ജോസൽസ് മേ അപ്പയർ,
അതായത് ആളുകൾ അതിനെ ഭയങ്കര ഇന്റലക്ച്വലി ആലോചിച്ച് നോക്കി അവരുടേതായിട്ടുള്ള കുറെ അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് ഈ അഭിപ്രായങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതാണ് ജോസിൽ എന്ന് പറയുന്നത്, അതുണ്ടാവാനാണ് കൂടുതലും സാധ്യത എന്നാണ് ആര് പറയുന്നത്? CW മിൽസ് പറയുന്നത്. ബീയിങ് ഓപ്പൺ ടു മൾട്ടിപ്പിൾ വ്യൂസ് ഈസ് ദി മെയിൻ ആസ്പെക്ട് ഓഫ് സോഷ്യോളജിക്കൽ മോഡ് ഓഫ് തിങ്കിങ്. പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സ്, പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളെയും അഭിപ്രായങ്ങളെയും സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് സോഷ്യോളജിയുടെ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ മെത്തേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി അല്ല, സബ്ജക്റ്റിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഓരോ കാര്യത്തിനെയും അംഗീകരിക്കാൻ പറ്റണം തുറന്ന മനസ്സോടെ. ഇനി ഒരു സോഷ്യൽ സയന്റിസ്റ്റിന് പോലും പലപ്പോഴും അയാളുടെ ബയസിനെ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള നോംസിന് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് ചിന്തിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം നമ്മൾ പറയാറുണ്ട് സോഷ്യൽ സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണക്കാരനെ പോലെയല്ല, സമൂഹത്തിൽ ആഴത്തിൽ ഇറങ്ങി ചെന്ന് പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെന്ന്. പക്ഷേ സോഷ്യൽ സയന്റിസ്റ്റുകൾക്ക് പോലും ചിലപ്പോൾ അതിന് പറ്റാറില്ല. സ്റ്റഡീസ് ആർ മോസ്റ്റ്ലി ടേക്കൺ, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പല സ്റ്റഡീസും നടത്തുന്നത് ഈ സ്റ്റഡിക്ക് സ്പോൺസർ ചെയ്യുന്ന ആൾ ആരാണോ അയാളുടെ നല്ലതിന് വേണ്ടിയാണ്. ഇപ്പോൾ സ്റ്റഡി സ്പോൺസർ ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റഡി സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്, ഇനി അതുമല്ല ഈ സ്റ്റഡി നടത്താൻ നമ്മളെ കൂടുതൽ സഹായിക്കാൻ പോകുന്നത് പോലീസോ പട്ടാളമോ വല്ല പ്രൈവറ്റ് കമ്പനികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി പലപ്പോഴും വരിക. അതായത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണ് ശരിയാണെന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ആ പ്രൊജക്ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോശം കാര്യങ്ങൾ കണ്ടാൽ പോലും പറയാൻ പാടില്ല. കാര്യം അങ്ങനെ പറഞ്ഞാൽ എന്താ, ഗവൺമെന്റിന് കുറച്ചിലാണ്. സോ പരമാവധി ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങൾ മാത്രം ഉയർത്തി കാണിക്കുക, ഗവൺമെന്റിന്റെ മോശം കാര്യങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ സ്റ്റഡീസ് പലപ്പോഴും നടത്തേണ്ടി വരും സോഷ്യൽ സയൻസിൽ. ആൻഡ് ഈ സോഷ്യൽ സയന്റിസ്റ്റുകൾ പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ് സ്റ്റഡിയുടെ പിന്നിലുള്ള പൊളിറ്റിക്കൽ മീനിങ് എന്താണെന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് പല ആളുകളും പല സ്റ്റഡീസ് നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങാറുണ്ട്. സോ ഒരു സോഷ്യോളജിസ്റ്റ് അവിടെ ചെല്ലുന്ന സമയത്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയായാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഈ ഇപ്പോഴത്തെ ഈ ഒരു ഷിഫ്റ്റിനെ അദ്ദേഹം വിളിച്ചത് ബ്യൂറോക്രാറ്റിക് സോഷ്യൽ സയൻസ് എന്നാണ്. അതായത് റിസർച്ചേഴ്സ് ഇൻ സോഷ്യൽ സയൻസസ് ഹാവ് സീൻ എ ഷിഫ്റ്റ്, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? ഓവർ ഷാഡോഡ് ബൈ ന്യൂ മാനിപ്പുലേറ്റീവ് മെത്തേഡ്സ്. ആളുകളെ പറ്റിക്കാനും കബളിപ്പിക്കാനും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെ മറച്ചു വയ്ക്കുന്ന പുതിയ ചില മെത്തേഡ്സ് ഇപ്പോഴത്തെ റിസർച്ചിൽ കാണുന്നുണ്ട്. അത്തരം സോഷ്യൽ സയൻസിനെ ബ്യൂറോക്രാറ്റിക് സോഷ്യൽ സയൻസ് എന്നാണ് CW മിൽസ് വിളിച്ചത്. എന്ന് വെച്ചാൽ ഗവൺമെന്റിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ സയൻസ് റിസർച്ച് അത്ര. ദി വർക്ക്സ് കാറ്ററിംഗ് ടു ദി നീഡ്സ് ഓഫ് ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ ഫണ്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണോ അവരുടെ നീഡ്സിനനുസരിച്ച് മാത്രം സ്റ്റഡീസ് നടത്തുക. അത്തരത്തിലേക്ക് ആ രീതിയിലേക്ക് പല റിസർച്ചുകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിയർ സോഷ്യൽ റിസർച്ച് ഷുഡ് ബി യൂസ്ഡ് ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ടൂൾ ടു ലെജിറ്റിമൈസ് എ പെർട്ടിക്കുലർ പ്രോഫിറ്റബിൾ എന്റർപ്രൈസ്. ഇവിടെ സോഷ്യൽ സയൻസ് റിസർച്ച് എങ്ങനെയായിരിക്കണം? പൈസ തരുന്ന ആളെ സപ്പോർട്ട് ചെയ്യാനായിരിക്കണം, അല്ലെങ്കിൽ പൈസ തരുന്ന ആളുടെ രാഷ്ട്രീയവും എക്കണോമിക്കലും ആയിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ന രീതിയിൽ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് പവർ, നല്ല പവർഫുൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് കോർപ്പറേറ്റ്സ് ആവാം, അവർക്ക് എന്ത് ചെയ്യാം? വലിയ വലിയ സോഷ്യോളജിസ്റ്റുകളെ കാശ് കൊടുത്ത് വാങ്ങിച്ചെടുക്കാനും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സ്റ്റഡീസ് നടത്താനും സാധിക്കും. സോ അവിടെ എന്താണ്, ഒരു സോഷ്യോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ എത്തിക്സും മോറൽ വാല്യൂസും എല്ലാം ഇല്ലാതെയായി പോകുന്നുണ്ട്. ഡിപ്രൈവൽ ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻക്രീസസ് നീഡ്സ് ഫോർ ക്വസ്റ്റനിങ് പോളിസീസ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇല്ലാതാവുന്നിടത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ആവശ്യകത കൂടി വരികയാണ്. എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇവിടെ CW മിൽസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തതാണ് 1959. അതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എബിലിറ്റി ടു സീ ദി കോണ്ടെക്സ്റ്റ് വിച്ച് ഷേപ്സ് യുവർ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. അല്ലെങ്കിൽ ഹിയർ ദി റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് സൊസൈറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, സമൂഹവും സമൂഹത്തിലുള്ള വ്യക്തികളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ് വിച്ച് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ലാർജർ സോഷ്യൽ ഫോഴ്സസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ മാത്രം കയ്യിലുള്ളതാവില്ല, അതിന് പല എക്സ്റ്റേണൽ കാര്യങ്ങളായിട്ട് കണക്ഷൻ ഉണ്ട്. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് എന്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നതുകൊണ്ട് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് റിസർച്ച് പലപ്പോഴും റിസർച്ച് ചെയ്യുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, റിസർച്ചിന് പൈസ തരുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടി പോകുമ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കുറഞ്ഞു വരും. ജനങ്ങളും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് മനസ്സിലാക്കൽ കുറഞ്ഞു വരും. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ആവശ്യകത കൂടുതലാണ്. ഒരു സോഷ്യോളജിസ്റ്റ് അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് മിൽസ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സംഭവമാണ്. അത് പൈസ തരുന്ന ആളോടോ അല്ലെങ്കിൽ പൈസ തരുന്ന സ്ഥാപനത്തിനോടോ അല്ല ആ ഒരു പ്രതിബദ്ധത കാണിക്കേണ്ടത്, മറിച്ച് ആരോടാണ്? ജനങ്ങളോടായിരിക്കണം. സോ ഒരു സോഷ്യൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ചർ എപ്പോഴും അയാളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യണം. ഏത് സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും അയാളുടെ എത്തിക്സിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ മിൽസ് പറഞ്ഞു വെക്കുന്നത്.
Utilization of social scientists for enhancement of bureaucratic practices has limited the intellectual and philosophical scope of discipline. ഗവൺമെൻറ് അല്ലെങ്കിൽ അതുപോലെയുള്ള പല ബ്യൂറോക്രാറ്റിക് സ്ഥാപനങ്ങളും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റിനെ, ഒരു സോഷ്യോളജിസ്റ്റിനെ ഉപയോഗിക്കുന്നു, അവരുടെ സേവനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോഷ്യോളജി എന്ന ഡിസിപ്ലിൻ്റെ തന്നെ ഒരു ഇൻ്റലക്ച്വൽ സംഭവം ഇല്ലാതെയാവുന്നു. ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സ്കോപ്പ് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മിൽസ് പറയുന്നത്. ദി കൺട്രോൾ ഓഫ് ബ്യൂറോക്രസി ഓർ സൊസൈറ്റി ലീഡ്സ് ടു കൺട്രോൾ ഓവർ ഹിസ്റ്ററി. ബ്യൂറോക്രസി എങ്ങനെയാണോ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്, അത് പലപ്പോഴും ഹിസ്റ്ററിയുടെ മേലുള്ള ഒരു കൺട്രോൾ കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞ് എന്ത് കാണണം, എന്ത് പഠിക്കണം എന്നതുപോലും പലപ്പോഴും ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ചരിത്രത്തെ ഇല്ലാതാക്കാനും പുതിയ ചരിത്രം കൊണ്ടുവരാനും ഗവൺമെൻറ്റുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിനെയും ഇവർക്കെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ദി ബ്യൂറോക്രാറ്റിക് കൺട്രോൾ ഓവർ സോഷ്യോളജിക്കൽ റിസർച്ച് ഈസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ഓഫ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ആസ് വെൽ ആസ് അഗെയിൻസ്റ്റ് സോഷ്യൽ ജസ്റ്റിസ്. ഈ ബ്യൂറോക്രസിയുടെ പവർ ആരുടെ മുകളിൽ? സോഷ്യോളജിസ്റ്റിൻ്റെ മുകളിൽ. അത് കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി എന്ന ഡിസിപ്ലിനും അതൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നീതി, സാമൂഹ്യ നീതിക്കെതിരെയും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെ ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് ഗവൺമെൻറ്റും മറ്റ് പല പ്രൈവറ്റ് കമ്പനികളും അവരുടെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇത്തരം റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഇത് ഒരർത്ഥത്തിലും നല്ലതല്ല എന്നും ഇങ്ങനെ ചെയ്യുന്നത് സമൂഹത്തിനാണെന്നുണ്ടെങ്കിലും സോഷ്യോളജി എന്ന സബ്ജക്റ്റിനാണെങ്കിലും മോശമാണ് എന്നാണ് CW മിൽസോട് അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിൽസിൻ്റെ തന്നെ യൂസ് ഓഫ് ഹിസ്റ്ററി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇവിടെ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലൊരു കണക്ഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കുക, സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസിനെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചർ, ഇതിന് പണ്ട് തൊട്ടേ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ ഹിസ്റ്ററിയെ സോഷ്യോളജി ഉപയോഗിക്കുക എന്നതാണ്. ഒരു ഹിസ്റ്റോറിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ സത്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹിസ്റ്ററിയിൽ പലപ്പോഴും അസംഷൻസ് ഉണ്ടായിരിക്കും, ഗസ്സസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറകെ പോകാതെ കൃത്യമായിട്ടുള്ള ഫാക്ട്സ് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഹിസ്റ്റോറിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. അതിലൊരിക്കലും ബയസ് വരാൻ പാടില്ല. എന്താണോ സത്യം അത് അങ്ങനെ പ്രസന്റ് ചെയ്യണം. അയാൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ ഉള്ളതിനെ ഒഴിവാക്കാനോ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ലൈഫിനെ ഓരോ ഹിസ്റ്റോറിക്കൽ പീരീഡിലും എങ്ങനെ വന്നു എന്ന് പഠിക്കലാണ് ഹിസ്റ്ററി എങ്കിൽ അതിനെ തന്നെ ഒന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഏതൊരു സോഷ്യൽ സയൻറ്റിസ്റ്റിനും, അതിപ്പോൾ സോഷ്യോളജിസ്റ്റ് ആയാലും എക്കണോമിസ്റ്റ് ആയാലും അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ വരുന്ന ആളായാലും ഏതായാലും അവർക്ക് എല്ലാവർക്കും ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ പോയിന്റ് ആവശ്യമാണ്. നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഏത് ഇഷ്യൂവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതിന് പണ്ടേ തൊട്ടേയുള്ള ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് CW മിൽസ് അഭിപ്രായപ്പെടുന്നത്. ഹിസ്റ്ററി ആഡ്സ് ഡെപ്ത് ടു സോഷ്യോളജിക്കൽ അനാലിസിസ്. സോഷ്യോളജിക്കൽ അനാലിസിസിന് കൂടുതൽ ഡെപ്ത് കൊടുക്കുന്നത് ഹിസ്റ്ററിയാണ്. ഇപ്പോഴത്തെ സോഷ്യോളജിക്കൽ സിറ്റുവേഷൻസിന്, ഇപ്പോഴത്തെ സോഷ്യോളജിക്കൽ പ്രോബ്ലംസിന് ഇങ്ങനെയും ചില റീസൺസ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഹിസ്റ്ററി നമ്മളെ സഹായിക്കുന്നു. ഇതാണ് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള കണക്ഷനായിട്ട് CW മിൽസ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്മണ്ട് ബോമാനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ആൻഡ് ആക്ഷൻസ്, ഫിലോസഫിക്കലായി പോലെയുള്ള കാര്യങ്ങൾ. അതിൽ നമുക്ക് ആദ്യം വാല്യൂസ് ആൻഡ് ആക്ഷൻസ് എന്തെന്ന് നോക്കാം. ബോമാൻ പറയുന്നത് വാല്യൂസ് ഒറിജിനേറ്റ് ഫ്രം കൾച്ചർ. നമ്മുടെ മൂല്യങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ്. ഇത് ഓരോ തലമുറയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്നതാണ്. ഇത് നമ്മൾ കൂടുതൽ ആളുകളോട് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസിന് മാറ്റം വരാം. പക്ഷേ നമ്മുടെ ഒരു കോർ സംഭവം എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയാറ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ വാല്യൂസ് എന്നൊക്കെ പറയും. നമ്മൾ എത്ര മോഡേൺ ആയി, എത്ര ഡെവലപ്പായി എന്ന് പറഞ്ഞാലും അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോഴും മാറാതെ നിൽക്കും. അതല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഏതൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാലും മനസ്സിലാക്കിയാലും നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് സിഗ്മണ്ട് ബോമാൻ അഭിപ്രായപ്പെട്ടത്. ഈ ആക്ഷൻസ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ വാല്യൂസിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യം പോലുമില്ല, നമ്മൾ അതങ്ങോട്ട് ചെയ്യും. അതിൻ്റെ കാരണം പലപ്പോഴും എന്താണ്? നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിലുള്ള വാല്യൂസ് ആണ്. സോ നമ്മുടെ ഏതൊരു ആക്ഷനും നമ്മുടെ വാല്യൂസിനനുസരിച്ചാണ് പുറത്തോട്ട് വരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് പീപ്പിൾ വിത്ത് മോർ അതോറിറ്റി ക്യാൻ ചേഞ്ച് അവർ വാല്യൂസ്. ഈ വാല്യൂസിനെ ആരെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാല്യൂസിനെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അതോറിറ്റി ഉള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പല റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ സ്കൂളായ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും സ്കൂൾസ് ആയാലും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ വാല്യൂസിനെ ഷേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസിനെ മാറ്റിയെടുക്കുന്നത്. ഇനി കൂടുതൽ അധികാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ കൂടുതൽ ലെജിറ്റിമേറ്റ് ആയ, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ഈ ലെജിറ്റിമസി എന്ന് പറയുന്ന സാധനം സമൂഹം മുന്നോട്ട് വെക്കുന്നതാണ് അല്ലെങ്കിൽ സമൂഹം കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ വാല്യൂസിന്,
ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് പുതിയ വാല്യൂസിനെയും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും വെച്ച് നോക്കുമ്പോൾ ഒരു മേൽക്കൈ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് പരമ്പരാഗതമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണെന്ന് പറയുമ്പോൾ ആ വാല്യൂസ് കുറച്ചും കൂടി നല്ലതാണെന്നാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. പുതിയ കാര്യങ്ങൾക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസും ആക്സെപ്റ്റൻസും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല, വാല്യൂസിന്റെ കാര്യത്തിലായാലും എന്താണെന്നുണ്ടെങ്കിലും. സോ ട്രഡീഷണൽ വാല്യൂസിന് പുതിയ വാല്യൂസിനേക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും, കൂടുതൽ റീച്ച് കിട്ടും. എന്താണെന്നുണ്ടെങ്കിലും പണ്ട് തൊട്ടേ ഉള്ളതാണ്, പരമ്പരാഗതമായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ അതിന് അക്സെപ്റ്റൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അത് പലപ്പോഴും പല ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ വാല്യൂസ് എല്ലാം ജനങ്ങളുടെ ഇടയിലോട്ട് കൊണ്ടുവരുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ എപ്പോഴും ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ നല്ല കാരിസ്മാറ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അത് സാധിക്കും. ഉദാഹരണത്തിന് നല്ല കാരിസ്മയുള്ള, നല്ല ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന ചില റിലീജിയസ് ടീച്ചേഴ്സ് ആയിരിക്കാം, പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആവാം, സിനിമാക്കാരാവാം, അല്ലെങ്കിൽ ടെലിവിഷൻ പേഴ്സണാലിറ്റീസ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ്, അങ്ങനെ ആരും ആവാം. ഇവർക്കെല്ലാം പുതിയ ചില ഐഡിയാസ് ജനങ്ങളിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുതിയ വാല്യൂസ് കൊണ്ടുവന്ന് ജനങ്ങളെ ഇഷ്ടപ്പെടുത്താനും കൺവിൻസ് ചെയ്യാനും സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രത്തോളം അതോറിറ്റി ഉണ്ടോ, എത്രത്തോളം ലെജിറ്റിമേറ്റ് ആണോ, അത്രത്തോളം ആളുകളെ കണക്ട് ചെയ്യുമെന്ന്. ഈ അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് തിരിക്കാം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളത്. പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ട്രഡീഷണൽ അതോറിറ്റി, കാരിസ്മാറ്റിക് അതോറിറ്റി, ലീഗൽ അല്ലെങ്കിൽ റേഷണൽ ഫോംസ് ഓഫ് അതോറിറ്റി, ഇങ്ങനെ 3 ഫോംസ് ഓഫ് അതോറിറ്റി ഉണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ട്രഡീഷണൽ അതോറിറ്റിയും കാരിസ്മാറ്റിക് അതോറിറ്റിക്കും അപ്പുറത്തേക്ക് ലീഗൽ അല്ലെങ്കിൽ റേഷണൽ ഫോംസ് ഓഫ് അതോറിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. റേഷണൽ അതോറിറ്റിയുള്ള ആളുകളെയാണ് ഇന്നത്തെ സമൂഹം കൂടുതൽ ലെജിറ്റിമേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ അതോറിറ്റി കാണിക്കാം, കുഴപ്പമില്ല. ഇപ്പം ഇന്നത്തെ കാലത്തിൽ ഞാൻ പണ്ട് തൊട്ടേ റിച്ച് ആണ്, ഞാൻ പണ്ട് തൊട്ടേ വലിയ കുടുംബത്തിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് എന്നെ ആളുകളെല്ലാവരും ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുമോ? ഇല്ല. അതേപോലെ എത്ര ആൾ കാരിസ്മാറ്റിക് ആണ്, സൂപ്പർ ആണെന്ന് പറഞ്ഞാലും അയാളുടെ പവറിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും അയാളോട് ഇഷ്ടം തോന്നണമെന്നില്ല. അപ്പോൾ ഒരു സിനിമാ നടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കുമോ? ഇല്ല. ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ പറയുന്ന എല്ലാ ഫിറ്റ്നസ് കാര്യങ്ങളും നമുക്ക് ശരിയാണെന്ന് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ റേഷണൽ ഫോംസ് ഓഫ് അതോറിറ്റി ആണുള്ളത്. അതിൻ്റെ ഉദാഹരണം നിയമപരമായിട്ട് അധികാരം കയ്യിലുള്ള ആളുകൾ ആരാണോ അവർ. ഇത്തരത്തിലുള്ള അതോറിറ്റി എന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുക്കുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ജുഡീഷ്യറി എടുക്കാം, നമ്മുടെ ഗവൺമെൻറ്. ഇതിൻ്റെ എല്ലാം തലപ്പത്തുള്ള ആളുകൾ എങ്ങനെയാണ് അതിലോട്ട് ഒന്നുകിൽ എക്സാം എഴുതി പഠിച്ച് ക്വാളിഫൈഡ് ആയി അങ്ങനെ വന്നവരായിരിക്കും, അതല്ലെങ്കിൽ ഇലക്ഷൻ നടത്തി ജയിച്ച് അതിലൂടെ വന്നവരായിരിക്കും. സോ എങ്ങനെയാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ അധികാരം അവർ ഏൺ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം അധികാരത്തിനാണ് നമ്മൾ റേഷണൽ ഫോംസ് ഓഫ് അതോറിറ്റി എന്ന് വിളിക്കാറുള്ളത്. ഇനി ബോമാൻറ്റ് തന്നെ ദി സോഷ്യോളജിക്കൽ ഐ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രപ്പോസിഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പനിങ്സ് ഇൻ എ മോർ ക്രിട്ടിക്കൽ ആൻഡ് ഇവാലുവേറ്റീവ് പെർസ്പെക്റ്റീവ്. സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്നത് ഒരു ഐഡിയയാണ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനാണ്. എന്തിന്? കാര്യങ്ങളെ കൂടുതൽ ക്രിട്ടിക്കലി മനസ്സിലാക്കാൻ, കാര്യങ്ങളെ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിൻ്റെ ശരികളും തെറ്റുകളും എന്ത്, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ റേഷണാലിറ്റി, നമ്മുടെ ലോജിക്കൽ തിങ്കിങ് എല്ലാം ഇമ്പ്രൂവ് ആവുന്നു. ഉദാഹരണത്തിന് ഒരു കലാപം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും പറയാൻ കഴിയും ഇത് ആളുകൾ തമ്മിലുള്ള ദേഷ്യം കാരണം ഉണ്ടായതാണ്, ഇത് അവൻ ഈ ജാതിക്കാരനാണ്, ഇവൻ ഈ ജാതിക്കാരനാണ്, ഇവൻ റിച്ച് ആണ്, ഇവൻ പൂറാണ്, അങ്ങനെ തുടങ്ങിയ അടിയാണെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഒരു സോഷ്യോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ ഐ ഉള്ള ആൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തെന്ന് പഠിച്ച് മനസ്സിലാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമുക്ക് കൂടുതൽ സത്യത്തിൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് സഹായിക്കും? ഈ സോഷ്യോളജിക്കൽ ഐ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ഏതൊരാളും പറയുന്ന പോലെ അതിപ്പോൾ അങ്ങനെ ഉണ്ടായതായിരിക്കും എന്ന് പറഞ്ഞതിനെ വിട്ടുകളയാനേ പറ്റുള്ളൂ. സോഷ്യോളജിക്കൽ ഐ അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ തരും. ഇനി വി ക്യാൻ സർമൈസ് ദാറ്റ് സോഷ്യോളജി ടീച്ചേഴ്സ് അസ് ആർട്ട് ഓഫ് ലൈഫ്. ജീവിതം എങ്ങനെയാണെന്ന് സോഷ്യോളജി പലപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നു. മേക്സ് അസ് റാഷണൽ ആൻഡ് പ്രൊഡക്റ്റീവ്. സർമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗെസ് ഓർ സപ്പോസ് ദാറ്റ് സംതിങ് ഈസ് ട്രൂ വിത്തൗട്ട് ഡെഫിനറ്റ്ലി നോയിങ് ഇറ്റ്. കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പോലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ സോഷ്യോളജി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ എങ്ങനെയുള്ളതാക്കാൻ പറ്റും? റേഷണൽ ആക്കാൻ, ലോജിക്കൽ ആക്കാനും നമുക്ക് ഈ ഒരു ലോജിക്ക് വെച്ച് കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. ദെൻ ഒരു സോഷ്യോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സയന്റിഫിക് ആണ്. സോഷ്യോളജി സോഷ്യൽ സയൻസ് ആണ്, സോഷ്യൽ സയൻസ് സയൻസ് അല്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. പക്ഷെ എന്താണ്? സോഷ്യോളജിക്കൽ സ്റ്റഡി എപ്പോഴും സയന്റിഫിക് ആയിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആർ യൂസ്ഫുൾ ടു ആൾ. ഈ സ്റ്റഡിയുടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമാണ് അതിൻ്റെ യൂസേഴ്സിന്. ഇറ്റ് ഹെൽപ്സ് ഇൻ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രൊജക്ട്. അതിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ CW മിൽസിന്റെ തന്നെ ഫിലോസഫീസ് ഓഫ് സയൻസ് എന്നൊരു കോൺസെപ്റ്റ് കൂടി നോക്കുകയാണ്. ഇതിലൂടെ ഈ യൂണിറ്റ്, ഈ ഒരു ലെസൺ തീരുകയാണ്. സോ ദർ ഇസ് എ കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. നമ്മൾ സയൻസും സോഷ്യൽ സയൻസും പലപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് പറയാറുള്ളത്. അത് രണ്ടും രണ്ട് തന്നെയാണ്. സോഷ്യൽ സയൻസിന് ഒബ്ജക്റ്റിവിറ്റി ഇല്ല, സബ്ജക്റ്റിവിറ്റിയാണ് കൂടുതലുള്ളത്. സയൻസ് പലപ്പോഴും ഒബ്ജക്റ്റീവ് ആണ്, സയൻസ് ലോജിക്കലാണ്, ക്ലിയർ ആണെന്നൊക്കെ പറയാറുണ്ട്.
സയൻസ് ഈസ് മോർ ഒബ്ജക്റ്റീവ് ആൻഡ് റിജിഡ്. സയൻസ് സ്ട്രോങ് ആണ്, എല്ലായിടത്തും സയന്റിഫിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളും സെയിം ആണ്. പക്ഷേ സോഷ്യൽ സയൻസ് അങ്ങനെയല്ല, അത് ഓപ്പൺ ആണ്, ലിബറൽ ആണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാം, സബ്ജക്റ്റിവിറ്റി കൂടുതലായിട്ട് കൊണ്ടുവരാം. ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ് സോഷ്യൽ സയൻസിലെ ഈ റിജിഡിറ്റി ഇല്ലാതാക്കുന്നത്. കാര്യം ഓരോ സമൂഹവും ഓരോ പോലെയാണ്. സോ 1+1 2 ആണ്, അല്ലെങ്കിൽ സയൻസിലെ ലോസ് ശരിയാണെന്ന് പറയുന്ന പോലെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേ കാരണങ്ങൾ കൊണ്ടായിരിക്കില്ല. ഇപ്പൊ ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാവും, അമേരിക്കയിൽ പട്ടിണി ഉണ്ടാവും, ആഫ്രിക്കയിലും പട്ടിണി ഉണ്ടാവും. ഇന്ത്യയിലും അഴിമതി ഉണ്ടാവാം, ആഫ്രിക്കയിലും അഴിമതി ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ എല്ലാം കാരണങ്ങൾ ഓരോ സമൂഹത്തിലും ഓരോ പോലെയായിരിക്കും. ആ ഒരു സബ്ജക്റ്റിവിറ്റി, ആ ഒരു വ്യത്യസ്തത മനസ്സിലാക്കുക എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു തിയറിയോ ഒരു മെത്തേഡോ എടുത്ത് അതാണ് അൾട്ടിമേറ്റ് എന്ന് പറയാൻ കഴിയില്ല. തിയറിയും മെത്തേഡും യൂസ് ചെയ്തുകൊണ്ട് സ്റ്റഡീസിൽ ഉൾപ്പെടുത്തി അതാത് സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആര്? സയന്റിസ്റ്റുകൾ, അല്ലെങ്കിൽ നമുക്കിവിടെ സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയാം. എ സെൻസ് ഓഫ് പ്രോബ്ലം ആൻഡ് ഡിസൈഡ് ടു സോൾവ് ഈസ് റിക്വയർഡ്. ആ പ്രോബ്ലം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതിനെക്കുറിച്ചൊരു സെൻസ് ഉണ്ടാവണം. അതുപോലെ പ്രോബ്ലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, പ്രോബ്ലം പരിഹരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അതല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലും ഷോർട്ട് കട്ട് പിടിച്ചു കഴിഞ്ഞാൽ സോഷ്യോളജിസ്റ്റിന് ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല. സ്റ്റഡീസ് ക്യാൻ ബി മൈക്രോ ഓർ മാക്രോ. സോഷ്യോളജിക്കൽ സ്റ്റഡീസ് മൈക്രോ ആവാം, മാക്രോ ആവാം, ഇൻഡക്റ്റീവ് ആവാം, ഡിഡക്റ്റീവ് ആവാം. ഒരുപാട് ജനറൽ തിയറിയിൽ നിന്ന് സ്പെസിഫിക്കിലോട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ ഒരുപാട് സ്പെസിഫിക് തിയറീസിൽ നിന്ന് ജനറലിലോട്ട് വരുന്നതും ആയിരിക്കാം. ഇനി ദി പ്രോബ്ലംസ് അഡ്രസ്ഡ് റെസ്റ്റ് അപ്പോൺ മെത്തേഡ്സ്, തിയറീസ് ആൻഡ് വാല്യൂസ്. പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെത്തേഡുകളും തിയറീസും വാല്യൂസും ഒക്കെ അത്യാവശ്യമാണ്. നമുക്ക് ഒരു ചോദ്യത്തിനും കൃത്യമായിട്ട് റെഡി എന്നൊരു ഉത്തരമില്ല. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാവുന്നത്, നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് ഇന്ത്യയിൽ അഴിമതി ഉണ്ടാവുന്നു, നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നതിനപ്പുറത്തേക്ക് അതിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ നന്നായിട്ട് മനസ്സിലാക്കുക, വിവരിക്കുക എന്നുള്ളതാണ്, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. An effective sociological approach includes addressing social issues, drawing connections between issue and social structure. നമ്മുടെ സമൂഹത്തിലുള്ള ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആ ഇഷ്യൂവും സമൂഹത്തിന്റെ ഘടനയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്തെന്ന് മനസ്സിലാക്കുക. അതാണ് ഒരു ഐഡിയൽ സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ചാലഞ്ച്ഡ് വാല്യൂസ്, ഇഷ്യൂ അറ്റ് സ്റ്റേക്ക് ഷുഡ് ബി കൺസിഡേർഡ് ഫസ്റ്റ്. എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം നേരിടുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. പക്ഷെ ഇവിടെ പലപ്പോഴും എന്താണ്, നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളെ ഒഴിവാക്കി മറ്റ് പല ചെറിയ കാര്യങ്ങളെയും പ്രശ്നമായിട്ട് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ യൂണിറ്റിലുള്ളത്. നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് ഒരു സോഷ്യോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി? കാര്യങ്ങളെ ഒബ്ജക്റ്റീവായിട്ട് നോക്കിക്കാണും, കാര്യങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നത്തിങ് ഈസ് കംപ്ലീറ്റ്ലി റൈറ്റ് ആൻഡ് കംപ്ലീറ്റ്ലി റോങ് എന്ന് നമ്മൾ പറഞ്ഞു. അബ്സ്ട്രാക്റ്റഡ് എംബ്രിസിസം, കൂടുതൽ മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തെറ്റാണെന്നുള്ള വശവും, എന്നാൽ അങ്ങനെ കുഴപ്പമില്ല, മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താലും കാര്യങ്ങളെ മനസ്സിലാക്കുമെന്ന വശവും നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ഹിസ്റ്ററിയെ കുറിച്ച് കണക്ട് ചെയ്ത് സംസാരിച്ചു. നമ്മൾ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി, സ്ട്രേഞ്ചർ, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഗവൺമെന്റ് ഏജൻസികളും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളും എങ്ങനെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ സയന്റിസ്റ്റുകളെ ഉപയോഗിക്കുന്നത്, അത് എത്രത്തോളം ദോഷകരമാണ് സമൂഹത്തിനും സോഷ്യോളജിക്കും എന്ന് നമ്മൾ പഠിച്ചു. ബോമാൻ വാല്യൂസിനെ കുറിച്ച് സംസാരിച്ചത്, നമ്മുടെ മൂല്യങ്ങളാണ് നമ്മുടെ ആക്ഷൻസിനെ തീരുമാനിക്കുന്നത്. ഈ വാല്യൂസിനെ ആക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ ട്രഡീഷണൽ ആണ് വളരെ പ്രധാനപ്പെട്ടത് എന്നും, പക്ഷേ ഇന്നത്തെ കാലത്ത് റാഷണൽ ഫോംസ് ഓഫ് അതോറിറ്റിയാണ് പ്രധാനപ്പെട്ടതെന്നും നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് അവസാനം നമ്മൾ സോഷ്യോളജിക്കൽ ഐനെ കുറിച്ച് സംസാരിച്ചു. ഏതൊരു പ്രശ്നത്തെ മനസ്സിലാക്കാനും ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് വളരെ നല്ലതാണ്, സത്യത്തിന്റെ അടുത്തോട്ട് നമ്മളെ കൂടുതൽ അത് എത്തിക്കുന്നു എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എന്താണ്, സയൻസും സോഷ്യൽ സയൻസും തമ്മിലുള്ള ഈ ഒരു റിലേഷനെ കുറിച്ച്, അല്ലെങ്കിൽ സയൻസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത്, സോഷ്യൽ സയൻസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത്, ഒരു സോഷ്യോളജിസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.